ജസ്നയുടെ തിരോധാനത്തിൽ ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ തള്ളി സിബിഐ. ജസ്നയെ പറ്റി സൂചനയൊന്നും ഇല്ലെന്നും ജസ്ന മതപരിവർത്തനം ചെയ്തിട്ടില്ലെന്നുമാണ് സിബിഐ റിപ്പോർട്ടിൽ ഉള്ളത്. തിരോധാനത്തിന് പിന്നിൽ തീവ്രവാദ സംഘടനകൾക്ക് പങ്കില്ല. മതപരിവർത്തന കേന്ദ്രങ്ങൾ പരിശോധിക്കുകയും അയൽ സംസ്ഥാനങ്ങളിലും മുംബൈയിലും അന്വേഷിച്ചതായും സിബിഐ പറയുന്നു. സിബിഐ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. വിനോദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. വിനോദ്, ജസ്ന മതപരിവർത്തനം നടത്തിയിട്ടില്ല എന്നാണ് സിബിഐ പറയുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തലുകൾ തള്ളുന്നു. എന്താണ് ഇതിനാധാരമായി സിബിഐ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ? റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ. ജസ്ന ജീവിച്ചിരിപ്പുണ്ടോ എന്ന സംശയം പോലും സിബിഐ ഉയർത്തുകയാണ്. നേരത്തെ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിലാണ് ഈ മതപരിവർത്തനം സംബന്ധിച്ചുള്ള ചില സൂചനകൾ അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥർ നൽകിയ വിവരങ്ങൾ ആ തരത്തിൽ ഒരു മതപരിവർത്തനം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ജസ്ന തമിഴ്നാട്ടിലേക്ക് പോയിട്ടുണ്ടോ തുടങ്ങിയ ചില സംശയങ്ങളും അഭ്യൂഹങ്ങളുമൊക്കെയും ഉയർന്നത്. ആ ഉദ്യോഗസ്ഥരും അത്തരത്തിൽ തന്നെ അന്തിമമായ ഒരു കാര്യം പറയാതെ അത്തരത്തിൽ ജസ്ന മറ്റ് എവിടെയെങ്കിലും പോയിട്ടുണ്ടാകാം, കണ്ടെത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അതെല്ലാം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ സിബിഐയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. മതപരിവർത്തനം ഉണ്ടായിട്ടില്ല. മത പഠനശാലകൾ, മതപരിവർത്തന കേന്ദ്രങ്ങൾ ഇവിടെയെല്ലാം അന്വേഷിച്ചു 9 സംസ്ഥാനങ്ങളിൽ അന്വേഷണ സംഘം യാത്ര ചെയ്തു. പക്ഷേ എരുമേലിയിൽ നിന്ന് മുണ്ടക്കയത്തേക്ക് പോയ ജസ്ന മറ്റെവിടെയെങ്കിലും ഉള്ളതായി ഒരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല. ജസ്നയുടെ അച്ഛനെ കേന്ദ്രീകരിച്ച് തന്നെ അന്വേഷണം നേരത്തെ നടന്നതാണ്. ജസ്നയുടെ സുഹൃത്തിനെയും അച്ഛനെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. അവർ പറയുന്നതെല്ലാം വസ്തുതാപരമാണ്, അവർ നുണ പറഞ്ഞിട്ടില്ല എന്ന കാര്യമാണ് ഈ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായി പറഞ്ഞിരിക്കുന്നത്. യെല്ലോ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്റർപോളിൻ്റെ സഹായത്തോടു കൂടിയാണ് ജസ്ന വിദേശത്തുണ്ടെങ്കിൽ അങ്ങനെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി. അപ്പോഴും ഇതുവരെ ഒരു അന്വേഷണ ഏജൻസി, ലോക്കൽ പോലീസ് ആകട്ടെ, പ്രത്യേക അന്വേഷണ സംഘമാകട്ടെ, ക്രൈംബ്രാഞ്ച് ആകട്ടെ, ഈ ഏജൻസികളൊന്നും പറയാത്ത ഒരു നിഗമനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നിരീക്ഷണത്തിലേക്ക് സിബിഐ കടക്കുന്നുണ്ട്. ജസ്ന ജീവനോടെ ഉണ്ടോ? കാരണം 15 കിലോമീറ്ററിനപ്പുറത്തേക്ക് ജസ്ന പോയിട്ടില്ല എന്ന വിലയിരുത്തൽ നേരത്തെ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് മണ്ണ് കുഴിച്ചുള്ള പരിശോധന ഉൾപ്പെടെ നടത്തിയതും. എരുമേലി പോലുള്ള ഒരു വനപ്രദേശമാണ്. വനത്തിനുള്ളിലും അങ്ങനെ സാധ്യതയുള്ള ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ അവിടം കേന്ദ്രീകരിച്ചൊക്കെയും അന്വേഷണം നടത്തിയെങ്കിലും തെളിവുകൾ ലഭിച്ചില്ല. 2 സാധ്യതകൾ ഇപ്പോൾ സിബിഐ ഇങ്ങനെ പറയുമ്പോൾ 2 സാധ്യതകളാണ് വരുന്നത്. ഒന്ന്, മൊബൈൽ ഫോണും ATM കാർഡും ഉൾപ്പെടെ എടുക്കാതെയാണ് ജസ്ന മുക്കൂട്ടുതറ വരെ ഓട്ടോറിക്ഷയിലും പിന്നീട് ബസ്സിൽ കയറിയും യാത്ര ചെയ്തത്. പെൺകുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള ഒരു സാധ്യത, ഒരുപക്ഷെ മറ്റാരുടെയും കണ്ണിൽപ്പെടാതെ ആ മൃതദേഹം ഉണ്ടോ എന്ന ചോദ്യം സംശയമായി അവശേഷിക്കുന്നു. മറ്റൊന്ന്, ആരെങ്കിലും പെൺകുട്ടിയെ അപായപ്പെടുത്തി പിന്നീട് മരണം സംഭവിക്കുകയും കണ്ടെത്താൻ കഴിയാത്ത വിധം മൃതദേഹം ഒളിപ്പിക്കുകയും ചെയ്തു. ഈ തരത്തിലുള്ള സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ഏതായിരുന്നാലും സിബിഐ വലിയ ഒരു അവരുടെ ഒരു നിഗമനം അല്ലെങ്കിൽ ഒരു വിലയിരുത്തലിലേക്ക് പോകുന്നു. ജസ്ന ജീവനോടെ ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയം പ്രകടിപ്പിക്കുകയാണ്. അതായത് ഇതുവരെ ക്രൈംബ്രാഞ്ച് പറഞ്ഞിരുന്നത് ഇങ്ങനെ കണ്ടെത്താൻ കഴിയും, വിരൽ തുമ്പ് വരെ എത്തിയിട്ടുണ്ട്, സാഹചര്യങ്ങൾ പ്രതികൂലമായിരുന്നു, കോവിഡിൻ്റെ സാഹചര്യം ഉണ്ടായിരുന്നു, പ്രളയത്തിൻ്റെ സാഹചര്യം ഉണ്ടായിരുന്നു, കണ്ടെത്തുന്നതിന് തൊട്ട് മുൻപ് ഇങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് ജസ്നയിലേക്ക് എത്തിയില്ല എന്ന കാര്യമാണ് ക്രൈംബ്രാഞ്ച് പറഞ്ഞത്. നേരത്തെ സിറിയയിലേക്ക് പോയെന്നും അവിടെ 2 കുഞ്ഞുങ്ങളുടെ അമ്മയായെന്നുമുള്ള ചില വാർത്തകളും വിവരങ്ങളും പുറത്തു വരുന്നു. അതെല്ലാം സിബിഐ നേരത്തെ തന്നെ നിഷേധിച്ചതാണ്. ഏതായിരുന്നാലും ഇനിയും ഈ ക്ലോഷർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ കൂടിയും എന്തെങ്കിലും സൂചന ലഭിച്ചാൽ അന്വേഷണം തുടരുന്നതിന് സിബിഐക്ക് തടസ്സമില്ല. ഇപ്പോൾ ഇതുവരെയുള്ള അന്വേഷണ സംഘങ്ങൾ നൽകിയ വിവരങ്ങൾക്കപ്പുറത്തേക്ക് ജസ്ന ജീവനോടെ ഉണ്ടോ എന്നൊരു സംശയം ധ്വനിപ്പിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് സിബിഐ കോടതിയിൽ നൽകിയിരിക്കുന്നത്. ജസ്നയെക്കുറിച്ച് സൂചനയൊന്നുമില്ല എന്നതാണ് സിബിഐ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. വിശദാംശങ്ങളാണ് വിനോദ് നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. കളിപ്പാട്ടങ്ങൾ നിത്യം MG മിഥുൻ അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, ദേശിംഗനാടിന്റെ മണ്ണിൽ ഇനി 5 നാൾ കലാപൂരം അരങ്ങേറുകയാണ്. ഔദ്യോഗിക തുടക്കമായിരിക്കുന്നു. ഉദ്ഘാടനം അല്പസമയത്തിനകം മുഖ്യമന്ത്രി നിർവഹിക്കും. ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? പ്രധാന അതിഥികൾ ആരൊക്കെയാണ്? എന്തൊക്കെയാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ?
രേണുക, അല്പസമയത്തിന് മുമ്പ് വേദിയിലേക്ക് മുഖ്യമന്ത്രി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ കലോത്സവ ചരിത്രത്തിൽ ആദ്യമായി ഗോത്രകല കലോത്സവത്തിന്റെ ഭാഗമായിരിക്കും എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. മംഗളം കളിയാണ് ഇത്തവണത്തെ കലോത്സവത്തിന്റെ ഭാഗമായിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ ഗോത്ര വിഭാഗക്കാരെ കൊല്ലോത്സവം തുടങ്ങി. കേരള സ്കൂൾ കലോത്സവത്തിന് തുടക്കമായിരിക്കുന്നു. മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചതോടുകൂടിയാണ് ಕುತಕತ ದಿಗಿಣ ದುಂ ಧೀಂ ತ ಧೀಂ ತ ಧಣ್ಣ ಜಣ್ಣು ಧೀಮಿ ತಕ್ಕಿಟ್ಟ ತಾ ತಾ ತಕ್ಕುಂದ ರೇಕುಂದ ಕುಕುಂದ ತಗುಂದ ತಾ ರೇಕುಂದ ತಾ ರೇಕುಂದ ತಾ ಕುಕುಂದ ತಾ ತಾಂಗ್ ಧಣ್ಣ ಜಣ್ಣು ಧೀಮಿ ತಕ್ಕಿಟ್ಟ ತಕುಂದ ತಾ ರೇಕುಂದ ತಾ ರೇಕುಂದ ತಾ ಕುಕುಂದ ತಾ ತಾಂಗ್ ಧಣ್ಣ ಜಣ್ಣು ಧೀಮಿ ತಕ್ಕಿಟ್ಟ ತ ಧಣ್ಣ ತಾ ತ ಜಣ್ಣು ತಾ ತತ್ತಣ ತತ್ತ ಜಣ್ಣು ತಾ ಜಣ್ಣು ತಾ ತತ್ತಣ ತತ್ತ ಧೀಮಿ ತಾ ಧೀಮಿ ತಾ ತತ್ತಣ ತಾ ಜಣುತ ಜಣುತ ತತ್ತಣತ ಗಣತ ತಾ ಕಡದಗ ದಣಿದೊಂ ತ ಜಣುತ ಜಣುತ ತಾ ಕಡದಗ ದಣಿದೊಂ ತ ಧಿಮಿತ ಧಿಮಿತ ತಾ ಕಡದಗ ದಣಿದೊಂ ശ്രീദേവി കരം പറ്റിയ ശ്രീ കോദണ്ഡ രാമ ദശരഥ നാൽവരും മൂതൽവൻ കോസലൈ മൈന്ദ ഗുണശീല ദശരഥ രാജൻ
சொற்களாலே மாய்த்தெறிந்தையே என் சொல்வேன் கலூருவான அகல்ய பெண் உருவாகியதிந்தையே என் சொல்வேன் கரம் பற்றிய ஸ்ரீ கோதண்ட കൊല്ലത്ത് വിവിധ വേദികളിൽ മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദി 4-ൽ HSS വിഭാഗത്തിന്റെ ഭരതനാട്യ മത്സരമാണ് നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരുന്നത്. കലോത്സവ നഗരിയിൽ കൊടും ചൂടാണ്. പ്രധാന വേദിയായ ആശ്രാമ മൈതാനത്തേക്ക് കയറും മുൻപ് മനസ്സും ശരീരവും തണുപ്പിക്കാം. ഐശ്വര്യ അനിലിന്റെ റിപ്പോർട്ടിലേക്ക്. കലോത്സവ നഗരിയിലാണ്. ചൂടിനൊന്നും ഒരു കുറവുമില്ല. വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും ഒക്കെ കലോത്സവത്തിൽ പങ്കെടുക്കാനും കലോത്സവം കാണാനും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ കലോത്സവ നഗരിയിലെ പ്രധാന വേദിയായ ആശ്രാമ മൈതാനത്തിന്റെ പരിസരത്തായി കള്ള് സോഡ കിട്ടുന്ന ഒരു കടയുണ്ട്. ആ കടയിലാണിപ്പോ നമ്മൾ എത്തിയിട്ടുള്ളത്. എന്തായാലും ആ കടയിലെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. രാവിലെ മുതൽ ഈ കട തുറന്നത് മുതൽ വലിയ തിരക്കാണ് ഇവിടെ കാണുന്നത്. ചേച്ചി, എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ? ഇവിടുത്തെ സ്പെഷ്യൽ കള്ളുസോഡ. കള്ളുസോഡ മാത്രമല്ലല്ലോ, എന്തൊക്കെയുണ്ട് ഇവിടെ? കള്ളുസോഡ ഉണ്ട്, പൈനാപ്പിൾ സോഡ ഉണ്ട്, മുന്തിരി സോഡ ഉണ്ട്, മിൽക്ക് സർബത്തുണ്ട്. മിൽക്ക് സർബത്തിനകത്ത് ഒരുപാട് വെറൈറ്റികളുണ്ട്. ഈ കള്ളുസോഡ എന്ന് പറയുമ്പോൾ അതിന്റെ പേരിന് തന്നെ ഒരു കൗതുകമുണ്ട്. ആ കൗതുകത്തോടു കൂടിയാണ് പലരും ഇവിടെ എത്തുന്നത്. എന്താണ് അതിന്റെ ഒരു? ഇത് ഇന്നലെ തുടങ്ങിയതല്ല, 44 വർഷത്തിന് മുമ്പേ ഉള്ളതാണ് കള്ളുസോഡ എന്ന് പറയുന്ന കാര്യം. എന്താണ് അതിന്റെ ഒരു ഇവിടുത്തെ ഒരു സ്പെഷ്യൽ? എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും ആളുകൾ വന്ന് കുടിക്കുന്നത്. അതിനാണ് ആൾക്കാർ കൂടുതലായി എത്തുന്നത്. എല്ലാവർക്കും കള്ളുസോഡ ഇഷ്ടമാണ്. അതാ കള്ളുസോഡ തന്നെ വേണമെന്ന് പറഞ്ഞ് വരുന്നത്. ആവശ്യക്കാരും അതിനാണ് കൂടുതൽ. ആന്നാന്ന്. ഇപ്പൊ എത്ര നാളായി ഇവിടെ ഈ കട തുടങ്ങി? ഇവിടെ തുടങ്ങിയിട്ട് 1 വർഷം 8 മാസം ആവാറായി. ഇതിനു മുമ്പേ എന്റെ ഭർത്താവും അവരച്ഛനുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അവര് യൂണിയൻ ട്രെയിനിങ് സ്കൂളിന്റെ വളവില് ഒരു കൊച്ചൊരു ഏർമാട കടയായിരുന്നു. അവിടെയായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വെക്കേഷന് ഞാൻ മൈസൂരിൽ നിന്ന് ഇവിടെ വരുമായിരുന്നു. എന്റെ അമ്മയുടെ ആങ്ങളമാര് ഇവരുടെ കുഞ്ഞമ്മമാരെയാണ് കല്യാണം കഴിച്ചേക്കുന്നത്. അപ്പൊ അവര് ഞങ്ങളെ കൊണ്ടുവരുമായിരുന്നു നാട്ടിലോട്ട്. അന്നേ ഞാൻ ഇവരെ വെള്ളമൊക്കെ മേടിച്ച് കുടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ലതുപോലെ അറിയാം. ഇപ്പൊ 35 വർഷമായി ഞാൻ ഇത് അറിഞ്ഞിട്ട്. അതിന് മുമ്പേ ഇവര് ഇത് ചെയ്തോണ്ടിരുന്നത്. ഇപ്പോഴും അതിന് ആവശ്യക്കാരേറെ ഉണ്ട്. ആന്നാന്ന്. ഈ നിൽക്കുന്നതെല്ലാം കള്ളുസോഡ കുടിക്കാനാ. ഈ കലോത്സവം ആയതുകൊണ്ട് തന്നെ തിരക്ക് കൂടുതലുണ്ട്. ആന്നാന്ന്. ഉണ്ട്. ഈ സാധാരണക്കാട്ടിലൊരു തിരക്കുണ്ടല്ലോ, അപ്പൊ അതെങ്ങനെ മാനേജ് ചെയ്യും? ചെയ്തോണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ കള്ളുസോഡയുടെ വിശേഷം. ഈ ചൂടാണ്, വേനൽക്കാലമാണ്. ഒത്തിരി പേര് വെള്ളം കുടിക്കാനും ഒക്കെ ഈ ഇതിന്റെ പരിസരത്തേക്ക് വരുമ്പോ ഇവിടെ വലിയ തിരക്കാണ് ഈ കടയ്ക്ക് മുന്നിൽ കാണുന്നത്. നല്ല സൂപ്പറായിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ കുടിക്കുന്നത്. ഇവിടെ കൊല്ലത്തേരിയാണെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഒന്ന് കുടിക്കുന്നത്. ഇത് കലോത്സവം ആയതുകൊണ്ടാണ് ഇവിടെ വന്നത് തന്നെ. ഒത്തിരി കൊള്ളാം. നേരത്തെ കേട്ടിട്ടുണ്ട്. കേൾക്കുമ്പോൾ പുതിയായിട്ട് വന്നതാണ്. ഇന്നൊന്ന് കുടിച്ചിട്ട് പോകാമെന്ന് കരുതി. അതെ, അവർ സ്കൂളിലെ ടീച്ചേഴ്സാണ് 4 പേര്. നല്ലതാണ്. ഞാൻ എപ്പോഴും വരുമ്പോൾ കുടിക്കാറുണ്ട്. ഇവിടെ കൊല്ലത്ത് വരുമ്പോൾ കുടിക്കാറുണ്ട് എപ്പോഴും. നല്ലതാണ്. അറിഞ്ഞിട്ടാണ് എല്ലാവരും. ആണാണ്. കുട്ടികൾക്കൊക്കെ മേടിച്ചു കൊടുക്കണം. ഉണ്ട് കൊടുത്തിട്ടുണ്ട്. കള്ളുസോഡ തിരക്കി എത്തുന്നവരാണ്. കള്ളൊന്നുമില്ല, അവരുടെ ഒരു പ്രത്യേക കൂട്ട് ചേർത്ത് ഉണ്ടാക്കുന്ന നാരങ്ങ സോഡയാണ്. എന്തായാലും അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത്. ബിപിൻ മുരളിക്കൊപ്പം ഐശ്വര്യ അനിൽ, News 18 കൊല്ലം. കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. ലക്ഷ്യം ജോലിയെങ്കിൽ പഠനം GTechൽ തന്നെ. ഇൻ അസോസിയേഷൻ വിത്ത് മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. ദേശത്തെ നയിക്കുന്ന ഒരു പുതിയ ദിശയിലേക്ക് നിങ്ങളുടെ ജോയ്, ഭാരതത്തിന്റെ ജോയ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ.
പഴയതെല്ലാം മറന്നിക്കൂ. മലവേട്ടുവൻ സമുദായക്കാർ മംഗളകർമ്മങ്ങളുടെ സമയത്ത് നടത്തിവരുന്ന നൃത്തമാണ് ഇത്. അതാണ് അവർ ഐതിഹ്യമായി കണക്കാക്കുന്നത്. കല്യാണക്കളി എന്നും ഇതിനെ അറിയപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വൃത്യാകൃതിയിൽ നിന്ന് സ്ത്രീകളും പുരുഷന്മാരും ചുവടുവെച്ച് വട്ടം തിരഞ്ഞ് നൃത്തം ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഓരോ പാട്ടിലും ഗോത്രവർഗ ജീവിതത്തിന് യഥാർത്ഥ പരിസരവും ഒപ്പം തന്നെ അവരുടെ ദുഃഖവും സന്തോഷവും നിത്യജീവിത രാഗങ്ങളും എല്ലാം തന്നെ നമുക്കിതിൽ പ്രകടമാവുകയും ചെയ്യും. ഒപ്പം തന്നെ ഇത്തവണ പ്രദർശനം ഇനം എന്ന നിലയ്ക്കാണ് ഗോത്രകല കലോത്സവത്തിൽ അവതരിപ്പിക്കുന്നതും. വാർത്തകൾ തുടരുന്നു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി തേക്കിൻകാട് മൈതാനത്തെ ക്ഷേത്രത്തിന് സമീപത്തെ പൈതൃക മരങ്ങളുടെ കൂറ്റൻ ചില്ലകളാണ് വെട്ടിയത്. പരമശിവന്റെ ജടയായി കരുതുന്ന തേക്കിൻകാടിലെ ആൽമരങ്ങൾ മുറിക്കുന്നതിനെതിരെ നേരത്തെ BJP രംഗത്ത് വന്നിരുന്നു. വിഷയത്തിൽ ദേവസ്വം ബോർഡിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. ഏത് നേതാവും CPM ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ആത്മീയ നേതാക്കന്മാരായിക്കോട്ടെ, അവരൊന്ന് പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വലിയ പതിറ്റാണ്ട് പഴക്കമുള്ള വൃക്ഷങ്ങളുടെ ശിഖകൾ മുറിച്ചു മാറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഹിന്ദുത്വത്തിന്റെ ഹോൾസെയിൽ ഡീലറായ നരേന്ദ്രമോദി മണ്ണിലേക്ക് വന്നപ്പോൾ ഈ ആൽമരം നിരവധി വിശ്വാസികൾ വലംവെക്കുന്ന, നിരവധി വിശ്വാസികൾ വിളക്ക് വയ്ക്കുന്ന ഒരു ആൽമരമാണ്. അതിന്റെ ശിഖകൾ അറുത്തുമാറ്റുന്ന സാഹചര്യമായി ഉണ്ടായത്. പ്രധാനമന്ത്രി പ്രസംഗിച്ച വേദിയിൽ ചാണകവെള്ളം തളിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ BJP പ്രവർത്തകർ തടഞ്ഞത് സംഘർഷത്തിനും കാരണമായി. മോദിക്ക് വേദിയൊരുക്കാനായി വടക്കുംനാഥ ക്ഷേത്രത്തിന് സമീപത്തെ ആൽമരത്തിന്റെ ശിഖരം മുറിച്ചതിനെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചതെന്ന് യൂത്ത് കോൺഗ്രസ് പ്രതികരിച്ചു. പോലീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ചാണകവെള്ളം തളിക്കാൻ അവസരം ഒരുക്കിക്കൊടുത്തെന്നാണ് BJPയുടെ ആരോപണം. ചാണകവെള്ളത്തിൽ കുളിപ്പിക്കും ഞങ്ങൾ പ്രതാപനെ. എന്തൊരു അസൂയാണ്. ഇന്ത്യ അസഹിഷ്ണുത പ്രധാനമന്ത്രിക്ക് ഒന്ന് പ്രസംഗിക്കാൻ പാടില്ലേ? ഇവിടെ തൃശൂർ പൂരത്തിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ജനക്കൂട്ടാണ്. അതിലുള്ള അസൂയ, അസഹിഷ്ണുത, അതല്ലാതെ എന്താണ്? ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായിട്ടുള്ളത്? ഇവിടെ എന്ത് പ്രശ്നം? ഒരു ക്രമസമാധാന പ്രശ്നമില്ലാതെ ലക്ഷക്കണക്കിന് ആളുകൾ വളരെ സമാധാനപരമായി ഇവിടെ വന്നുപോയി. അവിടെ ഒരു പ്രശ്നമില്ലാത്ത സ്ഥലത്ത് മനഃപൂർവ്വം കലാപണ്ടാക്കുക. ഇത് പ്രതാപന്റെ അസഹിഷ്ണുത തോൽവി ഉറപ്പിച്ചു. തോൽക്കുമെന്ന് ഉറപ്പായി. അപ്പൊ ഏത് വിധേനയും ഇവിടെ കലാപം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പ്രതാപന് ഗൂഢാലോചനയാണ്. പ്രതാപനും അലവിയും ചേർന്ന് നടത്തിയിട്ടുള്ള ഗൂഢാലോചനയാണ്. പ്രധാനമന്ത്രിയുടെ ആരോപണത്തിന് മറുപടിയുമായി CPM കള്ളക്കടത്തിന്റെ കേന്ദ്രം പ്രധാനമന്ത്രിയുടെ ഓഫീസാണെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിമർശിച്ചു. സ്വർണ്ണക്കടത്ത് പിടിക്കാൻ ആരായിരുന്നു തടസ്സമെന്നും കേന്ദ്ര ഏജൻസികൾ പൂർണ്ണമായും പരാജയപ്പെട്ടതായും MV ഗോവിന്ദൻ പറഞ്ഞു. അത് പൂർണ്ണമായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ്. എന്തേ ഇതേവരെ സ്വർണ്ണക്കടത്ത് നടന്നു എന്നെല്ലാവരും സമ്മതിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്തേ പിടിക്കാത്തത്? ആരായിരുന്നു തടസ്സം പിടിക്കുന്നതിന്? അപ്പോൾ ഇമാതിരിയുള്ള പ്രധാനമന്ത്രിയാകുമ്പോൾ വേറെ പദമൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള പദമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് പിടിക്കാൻ ഉത്തരവാദിത്തമുള്ള കേന്ദ്രം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസ്, അവരുടെ ഏജൻസികൾ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ട് ഒരു തരത്തിലുള്ള കൃത്യതയും കൈകാര്യം ചെയ്യാൻ സാധിക്കാതെ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പ്രവർത്തനം നടത്തിയിട്ട് ഇപ്പോഴും കേരളത്തിൽ വന്നിട്ട് ഏതോ ഓഫീസ് ഇതെല്ലാം സംരക്ഷിച്ച് നിങ്ങൾക്ക് അറിയാലോ എന്ന് പറയുന്ന തികച്ചും തെറ്റായ നിലപാടാണ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയുടെ ഭാഗമായിട്ട് വന്നു ചേർന്നിട്ടുള്ളത്. അദ്ദേഹമാണ് അതിൻ്റെ ഉത്തരവാദി. അവരാണത് കൈകാര്യം ചെയ്യേണ്ടത്, ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ ഒരിടത്തും ജയിക്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി. ശോഭനയെ പോലുള്ള കലാകാരിമാരെ BJPയുടെ അറയിലാക്കാനൊന്നും CPM ഇല്ല എന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. ഞങ്ങൾ ഇവർ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം നിൽക്കുന്നു നോക്കിയിട്ടല്ല അംബാസിഡറാക്കുക. അവരുടെ കഴിവാണ്. ശോഭനയെ പോലെയുള്ള ഒരു നർത്തകി, സിനിമാ മേഖലയിലെ ഏറ്റവും പ്രഗത്ഭയായിട്ടുള്ള ഒരു സ്ത്രീ, അവരെയൊന്നും BJPൻ്റെ അറയിലാക്കാനൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അവരെവിടെ ഏത് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായാലും അവരെല്ലാം ഈ കേരളത്തിൻ്റെ പൊതു സ്വത്താണ്. സുരേഷ് ഗോപിയെ ഉൾപ്പെടെ തന്നെയാണ്. എന്നാൽ ഞങ്ങൾക്കാർക്ക് തർക്കമുള്ളത് അദ്ദേഹം പിന്നെ ഇതിലേക്ക് ചാടിപ്പോയി എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അയാളെയും ബഹുമാനിക്കേണ്ട തന്നെയാണ്. പക്ഷേ അയാളെ ഇന്നത്തെ പെരുമാറ്റവും രീതിയും രൂപവും ഒന്നും ബഹുമാനിക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലായിപ്പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ അംബാസഡർ ഒന്നും ആവാത്തത്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനത്തെ പരിഹസിച്ച് മന്ത്രി കെ രാജൻ. മോദിക്ക് തൃശൂർ കാണാൻ കഴിഞ്ഞതായും തട്ടുകടക്കാർക്കുൾപ്പെടെ നല്ല കച്ചവടം നടന്നതായും കെ രാജൻ പറഞ്ഞു. സ്വർണ്ണക്കടത്ത് ഓഫീസ് എല്ലാവർക്കും അറിയാമെന്ന പ്രധാനമന്ത്രിയുടെ ആരോപണത്തിനും മന്ത്രി മറുപടി പറഞ്ഞു. പ്രധാനമന്ത്രി എത്ര തവണയായി സ്വർണ്ണക്കടത്ത് പറയുന്നു? പ്രധാനമന്ത്രിയുടെ പദവിയിലിരുന്ന് ഇങ്ങനെയൊക്കെ പറയാമോ എന്ന് ആലോചിക്കണം. മണിപ്പൂരിൽ സ്ത്രീകളെ നഗ്നരാക്കി ആൾക്കൂട്ടം ആക്രമിച്ചതിനെപ്പറ്റി മോദി വനിതാ സമ്മേളനത്തിൽ ഒന്നും പറഞ്ഞില്ലെന്നും മോദിക്ക് വടക്കുംനാഥന്റെ മുന്നിൽ എല്ലാം തുറന്നു പറയാമായിരുന്നുവെന്നും കെ രാജൻ പറഞ്ഞു. മോദിയുടെ വരവിന് നന്ദി. മോദിക്ക് തൃശ്ശൂർ ഒന്ന് കാണാനായി എന്ന് മാത്രമല്ല, അതിനേക്കാൾ കൂടുതൽ സന്തോഷം തട്ടുകടക്കാർ മുതൽ കൊച്ചു കൊച്ചു കച്ചവടം നടത്തിയവർക്കൊക്കെ മോദിയുടെ വരവ് ഒരു ആഘോഷമായി. നല്ല കച്ചവടം നടന്നു തൃശ്ശൂർ. പ്രധാനമന്ത്രിയിൽ നിന്ന് അവിടെ കൂടിയ രാഷ്ട്രീയ ഭേദമന്യേ സ്ത്രീകളെങ്കിലും പ്രതീക്ഷിച്ച് കാണും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പറഞ്ഞില്ല. മണിപ്പൂരിൽ ആൾക്കൂട്ടാക്രമണത്തിനിടയിൽ നഗ്നരായി ഓടിപ്പോയ 2 സ്ത്രീകൾ ഏതെങ്കിലും 2 സ്ത്രീകളല്ല, ഏതെങ്കിലും വിഭാഗത്തെ പ്രതിനിധീകരിച്ചവരല്ല. 142 കോടി ഇന്ത്യക്കാരിൽ ഇന്ത്യയിലെ സ്ത്രീകളെ പ്രതിനിധീകരിക്കുന്ന 2 പേർ. അവരനുഭവിച്ച കഠിന വേദന ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുമ്പോൾ, വടക്കുന്നാഥൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒന്ന് ഏറ്റുപറഞ്ഞ് ഒരു മാപ്പെങ്കിലും പറയാമായിരുന്നു. പ്രധാനമന്ത്രി ഇതിനു മുമ്പ് വന്നപ്പോൾ പറഞ്ഞു, സ്വർണ്ണക്കടത്ത് നടക്കുന്നത് EDയും എൻഫോഴ്സ്മെൻറ്റും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള എല്ലാ ആറാട്ടും നടത്തിയിട്ടും 7.5 കൊല്ലമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരെയോ ഒന്ന് സ്പർശിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. തികച്ചും തെറ്റായ വിധത്തിലുള്ള പ്രചരണങ്ങൾ നടത്തി അപകടകരമായിട്ടുള്ള ചില വർത്തമാനങ്ങൾ, അപസർപ്പക കഥകൾ, ഞങ്ങളിതിനെ ഭയപ്പെടുന്നില്ല. പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ ബിഷപ്പുമാർ പങ്കെടുക്കുന്നതിൽ തെറ്റില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. വിരുന്ന് കഴിഞ്ഞ് വിചാരധാര വായിക്കേണ്ടതായിരുന്നു. വിമർശനം തെറ്റല്ല, പക്ഷേ വിമർശിക്കുന്ന ഭാഷ പ്രധാനമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ബിഷപ്പുമാർ മോദിയുടെ വീട്ടിൽ ലഞ്ചിന് പോയി പങ്കെടുക്കവേ അതേപ്പറ്റി ആദ്യമായി ഒരു ട്വീറ്റ് ചെയ്ത രാഷ്ട്രീയ പ്രവർത്തകൻ ഇന്ത്യയിൽ ഞാനാണ്. ആ ലഞ്ച് നടക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്: ആദരണീയരായ ബിഷപ്പുമാർ ലഞ്ച് കഴിഞ്ഞ് മടങ്ങി വന്നിട്ടെങ്കിലും വിചാരധാര വായിക്കട്ടെ. അതിൽ ഇന്ത്യയുടെ ആഭ്യന്തര വെല്ലുവിളി എന്ന തലക്കെട്ടിന് താഴെ രണ്ടാമതായി പറയുന്ന വെല്ലുവിളിയാണ് ക്രിസ്ത്യാനികൾ. ആ ഭാഗം വായിച്ചാൽ അവർക്ക് മനസ്സിലാകും വിരുന്നിന് വിളിച്ച ഈ ആൾ ആരാണെന്ന് മനസ്സിലാകും. വോൾവാക്കർ എന്ന് പറയുന്ന ആൾ മോദിയുടെ BJPയുടെ എല്ലാം ആത്മീയ ഗുരുവാണ്. അദ്ദേഹത്തിൻ്റെ വാക്കാണ്. മണിപ്പൂരിനെ കുറിച്ചുള്ള പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് സജി ചെറിയാൻ. ആരോടും പിണക്കമില്ലെന്നും മന്ത്രി പറഞ്ഞു. മണിപ്പൂർ പ്രശ്നം മാത്രമേ ഉള്ളൂ ഞാൻ ഉന്നയിച്ചത്. സഭയുമായിട്ടുള്ള പ്രശ്നം അതിൽ മാറ്റം പറഞ്ഞില്ല. വിഷയത്തിൽ ഈ പാമ്പ്ലാനിയൊക്കെ BJPയിൽ കൊണ്ടുപോയി സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയെന്ന് പ്രധാനമന്ത്രിക്ക് ബോധ്യമുള്ള ഒരു ഓഫീസിനെ എന്തുകൊണ്ടാണ് വെറുതെ വിട്ടതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചു. BJP ഇതര മുഖ്യമന്ത്രിമാരുടെ ഓഫീസുകളിൽ റെയ്ഡ് നടത്തുന്നവർ കേരളത്തിൽ സന്ധി ചെയ്തത് എന്തിനെന്നും സതീശൻ ചോദിച്ചു. കരുവന്നൂരിലെ അന്വേഷണം അട്ടിമറിച്ച് BJPയെ വിജയിപ്പിക്കാൻ CPM-ഉം സംഘപരിവാറും തമ്മിൽ ഗൂഢാലോചനയുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. സാമുദായിക സംഘടനകളെ കൈകാര്യം ചെയ്യുന്നതിൽ KPCC നേതൃത്വത്തിന് വീഴ്ച പറ്റുന്നുവെന്ന് K മുരളീധരൻ. സാമുദായിക സംഘടനകളെ ഒപ്പം നിർത്താനാകണം. ഇതിന് അവരുമായി നിരന്തരം ആശയവിനിമയം നടത്തണം. ഇപ്പോഴത്തെ നേതൃത്വം ഇക്കാര്യത്തിൽ പരാജയമാണ്. ക്രൈസ്തവ വിഭാഗത്തിന്റെ പിന്തുണ നഷ്ടപ്പെടുന്നുവെന്നത് കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയണം. സാമുദായിക സംഘടനകളും പ്രധാന ഘടകമാണ്. അതുകൊണ്ട് സാമുദായിക സംഘടനകളുമായിട്ട് ഒരു സമദൂരം, അതിൽ NSS പറയുന്ന പോലെ സാമുദായിക സംഘടനകളുമായിട്ട് അകലം ഉണ്ടാവരുത്. എന്നാൽ അടുക്കുന്നതിലും ഒരു ഡിസ്റ്റൻസ് കീപ്പപ്പ് ചെയ്ത്, കാരണം കോൺഗ്രസ് ഒരു ജനാധിപത്യ സംഘടനയാണ്, മതേതര സംഘടനയാണ്, പല അഭിപ്രായങ്ങളുണ്ടാവും. ഇപ്പോൾ ഞാൻ പറയും, കേരളത്തിൽ ഉദാഹരണമായിട്ട് അഖിലേന്ത്യാ തലത്തിൽ പാർട്ടി കൈക്കൊണ്ടിട്ടുള്ളത് ജാതി സെൻസസ് വേണമെന്നാണ്. പക്ഷേ കേരളത്തിൽ എതിർപ്പുണ്ട്. അത് NSSന് മാത്രമല്ല, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കും അതിൽ കുറേ എതിർപ്പുണ്ട്. പക്ഷേ പാർട്ടിക്ക് ഒരു അഖിലേന്ത്യാ നയമുള്ളപ്പോൾ ആ നയത്തിൽ നിന്ന് മാറാൻ കഴിയില്ല. പക്ഷേ അങ്ങനെ ഒരു നയമുള്ളപ്പോൾ അത് എങ്ങനെ സ്റ്റേറ്റിൽ നടപ്പാക്കാം എന്നുള്ളത് അതിനോട് വിയോജിപ്പുള്ളവരുമായി ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കണം.
അല്ലാതെ രണ്ട് കൂട്ടരും രണ്ട് രീതിയിൽ പറയുന്നു. നമ്മളിതിൽ തലയിടണ്ടെന്ന് വെച്ചാൽ കാര്യമില്ല. ഇലക്ഷൻ വരുമ്പോൾ ചോദിക്കില്ല എന്താ നിങ്ങളുടെ നയം. ഞങ്ങളുടെ നയം എന്ന നയമാണ്, പക്ഷേ ഇവിടെ നടപ്പാക്കുമ്പോൾ നിങ്ങളൊക്കെ ആയിട്ട് ആലോചിച്ചിട്ട് ഞങ്ങൾ തീരുമാനമെടുക്കും. ആ രീതിയിലുള്ളൊരു സമ്പർക്കം ഇന്ന് നമ്മുടെ നേതൃത്വത്തിന് ഇല്ല എന്നുള്ളതൊരു വാസ്തവമാണ്. ഞാനതിനെ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അത് പരിഹരിക്കണം. KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും പരോക്ഷ വിമർശനവുമായി കെ മുരളീധരൻ. കണ്ണൂരിലെ നേതാവിൽ നിന്ന് പെട്ടെന്ന് സംസ്ഥാന നേതൃത്വത്തിലേക്ക് എത്തിയതിന്റെ പരിമിതി കെ സുധാകരനുണ്ട്. രാഷ്ട്രീയ വിഷയങ്ങളിൽ പെട്ടെന്ന് അഭിപ്രായം പറയുന്നതാണ് സുധാകരനെ വെട്ടിലാക്കുന്നതെന്നും മുരളീധരൻ പറഞ്ഞു. MLA എന്ന പ്രവർത്തന പരിചയം മാത്രമുള്ളത് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് VD സതീശന് വെല്ലുവിളിയാണെന്നും കെ മുരളീധരൻ പറഞ്ഞു. കേരളം മുഴുവൻ കറങ്ങിയുള്ള പ്രവർത്തനത്തിന് പലപ്പോഴും VD സതീശന് കഴിയുന്നില്ല എന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി. അദ്ദേഹത്തിന് ഈ കേരള രാഷ്ട്രീയം മൊത്തം കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിന്ന് പെട്ടെന്നൊരു സംസ്ഥാന രാഷ്ട്രീയത്തിൽ വന്നു. അപ്പോഴേക്കും അദ്ദേഹത്തിന് പഴയ പോലത്തെ ഒരു ആരോഗ്യം ചുറുചുറുക്കും അല്പം നഷ്ടപ്പെട്ടൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം സ്റ്റേറ്റ് പ്രസിഡൻ്റായിട്ട് വരുന്നത്. അതിൻ്റേതായിട്ടുള്ള ചില പോരായ്മകളുണ്ട്. പക്ഷെ അതൊന്നും അദ്ദേഹം മനഃപൂർവ്വം വരുന്നതല്ല. അപ്പോൾ KPCC പ്രസിഡന്റ് ആവാൻ അല്പം കൂടി ഒരു പക്വതപ്പെടേണ്ടതുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിന്നും പെട്ടെന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുള്ള ചില ഗ്യാപ്പുണ്ട്. അതാണ് ചില സ്റ്റേറ്റ്മെൻറ്റുകൾ ഇങ്ങനെ വരാൻ കാരണം. VD സതീശൻ നിയമസഭയിലും ഏറ്റവും കൂടുതൽ അധികം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഇപ്പോൾ ബഡ്ജറ്റ് വരുന്നു. ബഡ്ജറ്റ് ഏറ്റവും നന്നായി പഠിച്ച് പറയാൻ മിടുക്കൻ VD സതീശനാണ്, അന്നും ഇന്നും അതെ. പിന്നെ പക്ഷേ സംസ്ഥാന തലത്തിൽ അദ്ദേഹം ഈ MLA ആയിട്ടാണല്ലോ വരുന്നത്. MLA-മാരാകുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. അപ്പം അങ്ങനെയുള്ളതുകൊണ്ട് അദ്ദേഹം കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ നിയമസഭാ മണ്ഡലത്തിലാണ്. ഒരു കേരളം മുഴുവൻ ഓടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൻ്റെ കുറവ് അദ്ദേഹത്തിനുണ്ട്. ക്രിസ്മസ് വിരുന്നിന് പോയ ക്രൈസ്തവ ബിഷപ്പുമാർ മണിപ്പൂർ ഉന്നയിക്കണമായിരുന്നുവെന്നും കെ മുരളീധരൻ പറഞ്ഞു. മന്ത്രി സജി ചെറിയാൻ ഒരു പ്രസ്താവന നടത്തി. ഒരു പക്ഷേ പരിധി വിട്ട് കാണും, പിന്നീട് തിരുത്തലുമുണ്ടായി. പക്ഷേ എങ്കിൽ പോലും അവർ പറയാൻ ശ്രമിച്ച ഒരു കാര്യമുണ്ട്, നിങ്ങൾ BJPയുടെ അജണ്ടയിൽ പോയി ചാടരുത്, അല്ലെങ്കിൽ ചാടി എന്നാണ് പറയുന്നത്. എന്താണ് കോൺഗ്രസിൽ നിന്ന് അങ്ങനെ ഒരു ശബ്ദം പോലും ഉയരാത്തത്? ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ ഒരുമിച്ചിരുന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നു, പക്ഷേ അതുപോലെ മണിപ്പൂരിലുള്ള ഞങ്ങളുടെ സമുദായത്തിന് ആഘോഷിക്കാൻ കഴിയുന്നില്ല എന്നൊരു വാക്കവിടെ പറയണം എന്നുള്ള അഭിപ്രായം എല്ലാവർക്കും ഉണ്ട്. ചെന്നതിൽ ഒരു പ്രശ്നവുമില്ല, ചെന്നത് മര്യാദയാണ്. പക്ഷേ ആ സമയത്ത് ഈ വിഷയം കൂടെ ഒന്ന് ഉന്നയിക്കേണ്ടതായിരുന്നു. മണിപ്പൂരിൽ പള്ളികൾ തകർക്കുന്നവരാണ് കേരളത്തിൽ ഇപ്പോൾ ചിരിച്ചു കാണിച്ച് വരുന്നത് എന്നുള്ള രീതിയിലൊരു പ്രചരണം നടത്തുന്നതിൽ ഞങ്ങൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അതങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പോയിൻ്റാണ് പ്രധാന ഘടകം. മണിപ്പൂരിനോടൊപ്പം തന്നെ ആദിവാസി മേഖലകളിൽ ക്രിസ്ത്യൻ മിഷണറിമാർ മതം മാറ്റുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഗവൺമെൻറ്റിനെ, ഒരു മതേതര ഗവൺമെൻറ്റിനെ ഇല്ലായ്മ ചെയ്തവരാണ് BJPക്കാർ. അത് ആ ഏരിയയിൽ പോയിട്ട് നമുക്ക് പറയാൻ കഴിയണം. അതല്ലാതെ വെറുതെ നമ്മളൊരു പത്രപ്രസ്ഥാനം നടത്തിയിട്ട് കാര്യം. ലേഡീസ് ബാൻഡിൽ ഇനി ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5785 രൂപ, പവന് 46,280 രൂപ.